ശ്രീ വി കെ ജോസഫ്, ഈ ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണോ ഇത്? ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് 187 ചിത്രങ്ങളുടെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. അതിൽ ആദ്യം 150 ചിത്രങ്ങൾക്ക് ആദ്യം എല്ലാം കട്ട് ചെയ്യുന്നു, പിന്നെ സെൻസർ എക്സെപ്ഷൻ്റെ കാര്യത്തിൽ 150 ചിത്രങ്ങളെ സെൻസർ എക്സെപ്ഷൻ കൊടുക്കുന്നു, ബാക്കി പിന്നെ 14 ചിത്രങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോഴും ഒട്ടേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നു. അതിൽ ഏറ്റവും വലിയ തമാശ 100 വർഷം തികയ്ക്കുന്ന ഒരുപക്ഷെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ല് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ബാറ്റിൽഷിപ്പ് പൊട്ടൻഗിരി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പ്രദർശനം നിഷേധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വരും വർഷങ്ങളിൽ ചലച്ചിത്രമേള തന്നെ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് സാംസ്കാരിക മന്ത്രി പ്രകടിപ്പിച്ചത്. താങ്കളുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ഒരു കടുംവെട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. എൻ്റേത് മാത്രമല്ല, ഇന്ത്യയിലെ ഫിലിം ഫെസ്റ്റിവലുകളുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായിട്ടേ ഇല്ല. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ഒരുപക്ഷെ എന്നെ അത് അത്ഭുതപ്പെടുത്തുന്നില്ല, കാരണം ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വളരെ കണക്ക് കൂട്ടിയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സിനിമകളുടെ വിലക്ക് വരുന്നത്. അപ്പോൾ സിനിമകളുടെ വിലക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സാധാരണ നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ധാരാളം വിദേശ പ്രതിനിധികൾ ജൂറികളായും സിനിമയുടെ പ്രതിനിധികളായും പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ വിസ അപ്ലൈ ചെയ്യുന്നത് ആ പ്രോസസ്സിൻ്റെ രീതി മൊത്തം മാറ്റിയിട്ട് എല്ലാം കൂടി ഇപ്പോൾ വിദേശ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സൈറ്റിൽ കൊണ്ടുവന്ന് പരിശോധിച്ച്, ഇപ്പം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളാണെങ്കിൽ കൊടുക്കണ്ട. ഇപ്പോൾ ഇത്തവണ പല ജൂറിമാർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് തുർക്കിയിൽ നിന്നുള്ള ഒരാൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അസർബൈജാനിൽ നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജൂറിമാരെ അടക്കം, ഫിലിം മേക്കേഴ്സിനെ അടക്കം വിലക്കുന്ന ഒരു പരിപാടിയുണ്ട് തുടങ്ങിയിട്ട്. അതൊക്കെ ആദ്യമായിട്ടാണ്. ഇതിന് സാധാരണ ചെയ്യാറെന്താണ്? ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരം പ്രചരണം നടത്തുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ ഒഴിവാക്കലുള്ളൂ. അതൊന്നും അല്ലാതെ ആദ്യം കുറേ ആളുകളെ, ചലച്ചിത്രകാരന്മാരെ വെട്ടുന്നു, പിന്നെ സിനിമകളെ വെട്ടുന്നു. ആ സിനിമകൾ വെട്ടുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഈ മേളകൾ തന്നെ ഭാവിയിൽ ആവശ്യമില്ല എന്നുള്ളതിലാണ്. ഇപ്പം നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്, എന്തുകൊണ്ടാണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻഗിരി എന്ന ഒരു സിനിമ നിഷേധിക്കുന്നത്? സിനിമയുടെ ചരിത്രം ഇവർക്കാർക്കും ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്ന ഈ തീരുമാനമെടുത്ത ആളുകൾക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഉദ്യോഗസ്ഥന്മാർക്കോ ഒന്നും എന്താണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻഗിരി, ആ സിനിമയ്ക്ക് ലോക സിനിമയുടെ ചരിത്രത്തിൽ എന്താണ് സ്ഥാനം, ആ സിനിമയെ നിരോധിച്ചാൽ ലോകം എങ്ങനെയാണ്, ലോകത്തെ സിനിമയെ അറിയാവുന്ന കലാകാരന്മാർ എങ്ങനെയാണ് ഇന്ത്യയെ നോക്കി കാണുക? കാരണം ബാറ്റിൽഷിപ്പ് പൊട്ടൻഗിരി എന്ന് പറയുന്നത് എല്ലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒരു ടെക്സ്റ്റ് പോലെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബാറ്റിൽഷിപ്പ് പൊട്ടൻഗിരി എന്ന സിനിമ ഇല്ലെങ്കിൽ അതിനെ വെട്ടിമാറ്റിയാൽ ലോക സിനിമയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നില്ലാതാവുകയാണ്. അപ്പോൾ ആ സിനിമയെ വെട്ടിമാറ്റുന്നു. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ലാറ്റിൻ അമേരിക്കയിലെ ഒരു പൊട്ടൻഗിരി എന്ന് വിളിക്കുന്ന ഒരു വലിയ ഡോക്യുമെൻ്ററി, ഫെർണാണ്ടോ സൊളാനസിൻ്റെ ഹവർ ഓഫ് ദി ഫർണസസ്, തീച്ചൂളകളുടെ കാലം എന്ന് വിളിക്കാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഡോക്യുമെൻ്ററി, അതിന് അനുമതി നിഷേധിക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ആ സംവിധായകനെ IFFKയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്ത് നമ്മൾ ആദരിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.